ഹായ് ഹലോ ഗുഡ് ഈവനിങ്. ഞാൻ ഇന്ന് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ. അരമണിക്കൂർ വേണ്ട, എല്ലാം കൂടി നോക്കിയാലൊരു അരമണിക്കൂർ അത്രയും ഉള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. സ്കൂൾ വിട്ട് വിശന്ന് വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു സന്തോഷമാണ്. ഈ ബേക്കറി പലഹാരം കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ പലഹാരങ്ങളാണല്ലോ. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസിൻ്റെ അളവാട്ടോ പറയുന്നത്. ഒരു ഗ്ലാസ് ഒത്തിരി നിറച്ച് വേണ്ട, ഒരു 1/4 ഭാഗം തേങ്ങ ഇടുക. ആ സെയിം അളവ് തന്നെ നമുക്ക് ഒരു ഗ്ലാസ് തന്നെ നമുക്ക് ഗോതമ്പ് പൊടി ഇടുക. പിന്നെ ഒരു 1/4 ഗ്ലാസ് അരിപ്പൊടി ഇടുക കേട്ടോ. പിന്നെ നമുക്ക് ആ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഇടുക. ശർക്കരയാണല്ലോ പഞ്ചസാരയേക്കാൾ നല്ലത്. അപ്പോൾ ശർക്കര ചീകി ഇടുക. ഒരു മിനിമം മധുരമുള്ളൂ കേട്ടോ. ഒരു ഗ്ലാസ് തന്നെ ഇട്ടാൽ മധുരം വേണ്ട, ഒത്തിരി കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടെ മധുരമാകാം. ഇത് അത്യാവശ്യം മധുരമുണ്ട് കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ് ശർക്കരയാട്ടോ ഇടുന്നുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക. നല്ലോണം പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ ഇടുക. 3-4 ഏലക്ക ഇടുക. പിന്നെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇടുക. എന്നിട്ട് നല്ലവണ്ണം, ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം അരച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ അളവെടുത്ത് ആ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക. ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളമായി പോരുത്. ഒരു ഗ്ലാസ് തന്നെ എനിക്ക് മതിയായി. വേറെ വെള്ളം ഞാൻ എക്സ്ട്രാ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ ഡ്രീം കേക്ക് വാങ്ങിക്കത്തില്ലേ, അതിൻ്റെ ബോക്സിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് ആദ്യം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും ഇങ്ങനെ ചുറ്റും താഴെയൊക്കെ തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബാറ്ററുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുത്തു. ഒത്തിരി നിറച്ച് ഒഴിച്ച് കൊടുക്കരുത്. ഈ ബേക്കിംഗ് സോഡ ഇട്ടുകൊണ്ട് പൊങ്ങി വരുമല്ലോ, അതുകൊണ്ട് ഒത്തിരി നിറച്ച് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ബൗൾസ് ഉണ്ടായാൽ നല്ലതായിരിക്കും. ചെറിയ കുഞ്ഞു കുട്ടി കേക്കായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ചെറിയ ചെറിയ ബോൾസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു വലിയ കേക്ക് പോലെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഈ പിസ്ത, ആൽമണ്ട് അങ്ങനത്തെ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ മുന്തിരിങ്ങയില്ലേ, ഉണക്കമുന്തിരി മാത്രമായിട്ടോ ഇടുന്നുള്ളൂ. ഉണക്കമുന്തിരി ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഡലിച്ചെപ്പിൽ വെള്ളം നിറച്ചിട്ട് ആവി കയറ്റാൻ വെക്കാം. ഒരു 10-15 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. അത് കൂടുതൽ ആവി കയറ്റേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമുക്ക് സ്റ്റിക്കും കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി നോക്കാവേ. കുത്തി നോക്കുമ്പോൾ സ്റ്റിക്കിൽ പറ്റി പിടിക്കുന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ട് കേട്ടോ. കേക്ക് ഉണ്ടാക്കിയെടുത്തപ്പോൾ കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റാണ്. കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം മധുരമുണ്ട്. അങ്ങനെ എല്ലാവരും ചായ കുടിക്കുക. വന്ന് ചായയൊക്കെ റെഡിയായി. നമുക്ക് ചെറിയൊരു കേക്കെന്നൊക്കെ പേരിടാം അല്ലേ. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുക കേട്ടോ. അത്യാവശ്യത്തിന് മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ടോ, നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.